യുദ്ധത്തെയും വെടിനിർത്തലിനെയും പറ്റി തന്നെയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വെടിനിർത്തലിനെ പരിഹസിച്ചുകൊണ്ട് പാകിസ്ഥാനി മീഡിയകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇടയിലുള്ള കുറേ പിന്തിരിപ്പന്മാരും പലതും പറഞ്ഞുണ്ടാക്കുന്നതിൽ പല കാര്യവും. ഇന്ത്യയുടെ സ്ട്രൈക്കുകളെല്ലാം വളരെ പ്രിസിഷൻ സ്ട്രൈക്സ് ആയിരുന്നു. ടെറർ ക്യാമ്പ്സിന് ഹൈ വാല്യൂ ടാർജറ്റ്സ് HVTകളെ ഇന്ത്യ നിർവീര്യമാക്കി. ഇന്ത്യയുടെ കാര്യം കൃത്യമായിരുന്നു. പാകിസ്ഥാൻ അതിന് പ്രതികാരമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഇരട്ടിയെല്ലാം 10 പകരം അവരുടെ എയർ ബേസുകളെല്ലാം തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു. ഈവൻ കിരാന ഹിൽസിലുള്ള ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ വരെ ആക്രമണമുണ്ടായി എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത്രയ്ക്ക് ഇന്ത്യക്ക് പ്രഹരശേഷിയുണ്ടെന്നും ഇത്ര കൃത്യമായുള്ള ഇൻ്റലിജൻസ് സംവിധാനം ഇന്ത്യ പ്രവർത്തിപ്പിക്കുന്നുണ്ടെന്നും ഇപ്പോഴാണ് ലോകരാജ്യങ്ങൾ പോലും മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ കാല് പിടിച്ചിട്ട് തന്നെയാണ് ഈ വെടിനിർത്തൽ ഇന്ത്യ സമ്മതിച്ചത്. ഇതല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ പലരും ഉണ്ടാകും. ഇതിനെക്കാട്ടും പ്രധാനപ്പെട്ട കാര്യം, സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യ തയ്യാറാകുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സിന്ധു നദീജല കരാറും അതിൽ ഉൾപ്പെടുന്ന പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന എല്ലാ നദികളും തന്നെ പാകിസ്ഥാൻ്റെ ജീവനാഡിയാണ്. സാറ്റലൈറ്റ് മാപ്പുകൾ എടുത്തു നോക്കിയാൽ, സാറ്റലൈറ്റ് പിക്ചേഴ്സ്, നൈറ്റ് സാറ്റലൈറ്റ് പിക്ചേഴ്സ്, സാറ്റലൈറ്റ് ഇമേജറി ഓഫ് നാസ, ഇവരുടെ സൈറ്റുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പാകിസ്ഥാൻ എന്ന രാജ്യം പൂർണ്ണമായി നിലകൊള്ളുന്നത് ഈ നദികളുടെ തീരത്താണ്. അവരുടെ ജനവാസ മേഖലയും അവരുടെ ഇൻഡസ്ട്രിയും എല്ലാം ഈ നദികളുടെ തീരത്താണ്. ഈ നദികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത് ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ്. എന്നുവെച്ചാൽ മഞ്ഞുരുകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വെള്ളമൊഴുക്കുണ്ടാകുന്നത്. അതായത് പാകിസ്ഥാനിൽ കടുത്ത വരൾച്ചയുള്ളപ്പോൾ ഈ വെള്ളമാണ് അവിടെ കൃഷിയെയും ജനജീവിതത്തെയും ദാഹശമനത്തെ പോലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി വരുന്നത്. ഇനി ഇന്ത്യക്കകത്തൊരു അറ്റാക്ക് ഉണ്ടായാൽ, ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായാൽ പാകിസ്ഥാനിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ക്ലോസ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, പാകിസ്ഥാൻ അംഗീകരിച്ചത്. ഇതൊരു വെടിനിർത്തലല്ല, ശരിക്കും പാകിസ്ഥാൻ്റെ സറണ്ടറായിരുന്നു. ഇനി വരുന്ന കാലങ്ങളിൽ നമുക്ക് ഇത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ വീഡിയോയ്ക്ക് കൂടെയുള്ള ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ തീർച്ചയായും വായിക്കണം. അതിൽ ഒരുപാട് വിവരങ്ങൾ ഉൾപ്പെടുത്തി.